പാറ്റ പാർട്ടി തലവൻ അഭിജിത്ത് ദിപ്കെ അടപടലം പൂട്ടാൻ ദില്ലി പോലീസ് തീരുമാനിച്ചു. ദില്ലി പോലീസ് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഞെട്ടിക്കുന്നൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 200 FIRകളാണ് അഭിജിത്ത് ദിപ്കെക്കെതിരെ ഇട്ടിരിക്കുന്നത്. 200 FIRകൾ ഇട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയം എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളാൻ ആളുകൾ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇത് കേന്ദ്ര സർക്കാരോ ദില്ലി പോലീസോ സ്വമേധയാ എടുത്ത കേസുകളല്ല. മറിച്ച് ദില്ലിയിൽ പാറ്റകളുടെ പേരിൽ അക്രമം അഴിച്ചുവിട്ടതിനെ തുടർന്ന് പരിക്കേറ്റ ദില്ലി പോലീസിലെ ഉദ്യോഗസ്ഥർ ഫയൽ ചെയ്ത കേസുകളെ തുടർന്നാണ് 200 FIR ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സർക്കാർ കേസുകൾ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സർക്കാർ അങ്ങനെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി കേസുകളൊക്കെ പിൻവലിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിലവിളിക്കുന്നുണ്ട്. നാളെ ചിലപ്പോൾ FIRകൾ, സമാധാനപരമായി സമരം നടത്തിയവർക്കെതിരെയുള്ള FIRകൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചേക്കാം, അല്ലെങ്കിൽ വലിയ സമ്മർദ്ദം ചെലുത്തി എല്ലാ FIRും പിൻവലിപ്പിച്ചേക്കാം എന്ന് പാറ്റകളും അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കുന്ന രാഹുൽ ഗാന്ധി ടീമും കരുതുന്നുണ്ടാവാം. അതെന്തോ ആവട്ടെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ 200 FIRകൾ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ദില്ലി പോലീസിലെ ഉദ്യോഗസ്ഥർ വ്യക്തികൾ എന്ന നിലയിൽ കൊടുത്തിരിക്കുന്നതാണ്. അതായത് കേന്ദ്ര സർക്കാർ കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചാലും വ്യക്തികൾ എന്ന നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന കേസുകൾ തുടരും. അത് പിൻവലിക്കണം എന്ന് പറയാൻ സർക്കാരിന് അധികാരമില്ല. കാരണം അത് വ്യക്തിപരമായ തീരുമാനമാണ്. ദില്ലി പോലീസിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റാൽ 168 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതിൽ ഗുരുതരമായ പരിക്കേറ്റ ICUവിൽ കഴിഞ്ഞവരുണ്ട്, മരണാസന്നരായി കിടക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് കോൺസ്റ്റബിൾ, വനിതാ കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. അതിൻ്റെ നിജസ്ഥിതി ഉറപ്പായിട്ടില്ല. അത് ഫാക്ട് ചെക്ക് നടത്തിയപ്പോഴത്തേക്ക് അത് മരിച്ചിട്ടില്ല, ഗുരുതരമായി തുടരുന്നു എന്നാണ് വാർത്തകൾ വന്നത്. പക്ഷേ ഈ കേസുകൾ പിൻവലിക്കണമെന്ന് പറയാൻ സർക്കാരിന് കഴിയില്ല. കാരണം കേസ് കൊടുത്തിരിക്കുന്നത് സ്വകാര്യ അന്യായമായി കൊടുത്തിരിക്കുന്ന പരിക്കേറ്റവരുണ്ട്, പരിക്കേറ്റവരുടെ ബന്ധുക്കളുണ്ട്. അതേ തുടർന്ന് 200 FIR ഇട്ടിരിക്കുക. 200 FIR ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ അഭിജിത്ത് ദിപ്കയെ പോയിട്ട് അറസ്റ്റ് ചെയ്യും എന്നൊന്നും കരുതണ്ട. ദില്ലി കലാപം ഓർക്കുന്നില്ലേ? പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ നടത്തിയ സമരം, ഷഹീൻ ബാഗിൽ നടത്തിയ വലിയ സമരം, ആ സമരത്തെ തുടർന്ന് ദില്ലി കലാപം ഉണ്ടായി. ദില്ലി കലാപം കഴിഞ്ഞിട്ട് ഈ കലാപത്തിൻ്റെ ആസൂത്രകനായ ഉമർ ഖാലിദിനെതിരെ, ഷർജിൽ ഇമാമിനെതിരെ ഇതുപോലെ FIR ഉണ്ടായിരുന്നു. 7 മാസക്കാലം FIRന്മേലുള്ള അന്വേഷണം നടന്നു. ഒരു നടപടി ഉണ്ടായില്ല. പക്ഷേ 7ാം മാസം ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ 6 വർഷമായിട്ട് ജയിലിലാണ്. 6 വർഷം ജാമ്യം കിട്ടിയിട്ടില്ല. ദില്ലി കലാപം കഴിഞ്ഞു, FIR ഇട്ടു, 7 മാസക്കാലം ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇനി ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്ന് കരുതിയിരുന്നപ്പോഴാണ് പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയത്. UAPA ചുമത്തി. ജാമ്യമില്ലാതെ 6 വർഷമായി തുടരുന്നു. സുപ്രീം കോടതിയിൽ എത്ര തവണ വന്നു? ജാമ്യം കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതാണ് അഭിജിത്ത് ദിപ്കയ്ക്കും സൗരവ് ദാസിനും സംഭവിക്കാൻ പോകുന്നതെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. കാരണം ഇവർ രണ്ടുപേരുമാണ് ഈ 200 FIRകളിലെയും 1ഉം 2ഉം പ്രതികൾ. ഇവർ ആഹ്വാനം ചെയ്തതനുസരിച്ച് തടിച്ചുകൂടിയ കലാപകാരികൾ തങ്ങളെ ആക്രമിച്ചു, ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞാണ് പരാതി. എല്ലാ കേസുകളിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, പരിക്കേറ്റവരുടെ പരിക്കുകളെ സംബന്ധിച്ച് ICUവിൽ അഡ്മിറ്റ് ആയിരുന്നവരുടെ ഒക്കെ ഡീറ്റെയിൽസ് ഈ FIRനൊപ്പമുണ്ട്. പോലീസ് അന്വേഷണം നടക്കുകയാണ്. സുപ്രീം കോടതിയും പറഞ്ഞു ഈ കേസിൽ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം തുടരാം. അക്രമികളായ മുൻകാല കുറ്റകൃത്യങ്ങളിൽ പങ്കുള്ളവർക്ക് എതിരെയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന് തുടരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അതുപോലും വേണ്ട, ആ സുപ്രീം കോടതിയുടെ അനുമതി പോലും വേണ്ട, സ്വകാര്യ വ്യക്തികളാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ പണിയാണ്, 8ൻ്റെ പണിയാണ്, അല്ലെങ്കിൽ 88ൻ്റെ പണിയാണ്. ഈ അഭിജിത്ത് ദിപ്കെ എന്ന് പറയുന്ന വിദ്വാന് ഒരു പക്ഷേ തിരിച്ച് ബോസ്റ്റണിലേക്ക് പോകേണ്ടി വന്നിരിക്കാം. ഇപ്പോൾ ബോസ്റ്റണിൽ പഠിക്കാൻ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ വ്യവസായ വികസന വകുപ്പിലെ ഒരു സാധാരണ ജൂനിയർ എഞ്ചിനീയർ ആയിരുന്ന ആളുടെ മകന് എങ്ങനെയാണ് 2 കോടി രൂപ മുടക്കി അമേരിക്കയിലെ സർവകലാശാലയിൽ പഠിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അതേക്കുറിച്ച് അന്വേഷണം പോയിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഒരാൾക്കൂട്ടം മാത്രമായ CJPക്ക് കപിൽ സിബൽ 1 കോടി രൂപ സംഭാവനയായിട്ട് വാഗ്ദാനം ചെയ്തു. ഈ പണം സ്വീകരിക്കുന്നതിൻ്റെ നിയമസാധുത സംബന്ധിച്ചുള്ള പരാതിയും വന്നിട്ടുണ്ട്. അങ്ങനെ അഭിജിത്ത് ദിപ്കയെ അടിമുടി പൂട്ടുന്ന തരത്തിലേക്കുള്ള നീക്കം ദില്ലി പോലീസിലെ ആക്രമണങ്ങൾക്ക് ഇരയായ സാധു മനുഷ്യർ,
ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം പോലീസുകാരന് അടി കൊണ്ടാൽ നിലവിളിക്കാനേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാരന് തല്ലുകൊണ്ടാൽ കൊള്ളാം, നന്നായി, പോലീസുകാരനെ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു വിഭാഗം ക്രിമിനൽ മനസ്ഥിതിയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഏതായാലും ഈ സമരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നത് സംബന്ധിച്ച് അതിവിദഗ്ധമായ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സറിവോടുകൂടി തന്നെ ആവണം ഈ പോലീസുകാർ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയണം. കാരണം നമുക്കങ്ങനെ പോലീസിൽ ഇരിക്കുമ്പോൾ പോലീസ് ഒരു സേനയായതുകൊണ്ട് സർക്കാരിൻ്റെ അനുമതി കൂടാതെ, രേഖാമൂലമോ അല്ലാതെയുള്ള അനുമതി കൂടാതെ ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ, ദില്ലി പോലീസ് ഉൾപ്പെടെയുള്ളവർ മൗനാനുവാദം കൊടുത്തിട്ട് തന്നെയാവണം ഈ കേസുകൾ മുന്നോട്ട് നീങ്ങുന്നത്. അതൊരു എട്ടിൻ്റെ പണിയാണ്, കുരുക്കാണ്. ആ കുരുക്കിൽ നിന്ന് ഊരിപ്പോരാൻ അഭിജിത്ത് ദിപ്കെ വല്ലാതെ വിഷമിക്കും. ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ അഭിജിത്ത് ദിപ്കെ സമരരംഗത്തേക്ക് വന്നതിന് പിന്നിൽ വലിയ ആസൂത്രണമുണ്ട്. കാരണം അഭിജിത്ത് ദിപ്കെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. ചില ആളുകളൊക്കെ ഇയാളുടെ പേര് അഭിജിത്ത് ദിപ്കെ അൻസാരി എന്നൊക്കെയാണ് എന്ന് പറഞ്ഞ് ക്യാമ്പയിനൊക്കെ നടത്തിയെങ്കിൽ അങ്ങനെയല്ല, അദ്ദേഹം അംബേദ്കറിസ്റ്റാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. എന്തുകൊണ്ടാണ് താൻ അംബേദ്കറിസ്റ്റാണ് എന്ന് പറയുന്ന ഒരാൾ ഈ സമരത്തിൻ്റെ രംഗത്തേക്ക് വളരെ പെട്ടെന്ന് പൊന്തി വന്നത് എന്ന് ആലോചിക്കണം. കാരണം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തിൽ BJP എതിർക്കാൻ വേണ്ടിയിട്ട് അഖിലേഷിൻ്റെ നേതൃത്വത്തിൽ SP സമാജ്വാദി പാർട്ടി മുന്നോട്ട് വെക്കുന്ന മുസ്ലിം ദളിത് യാദവ് സഖ്യമാണ് മുന്നോട്ട് വെക്കാറുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് അടപടലം ചീറ്റിപ്പോയി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ദളിത് വോട്ടുകൾ വലിയ തോതിൽ BJPക്ക് അനുകൂലമായി മാറി യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ വന്നത്. ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് യോഗി ഒരു കാരണവശാലും UP മുഖ്യമന്ത്രി ആവരുത്. അങ്ങനെ യോഗിയെ ഇറക്കുക, അതുവഴി മോദിയെ ഇറക്കുക, ഇങ്ങനൊരു സ്ട്രാറ്റജിയുമായി പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം യോഗി സർക്കാർ ഉത്തർപ്രദേശിൽ നിലനിന്നാൽ അത് നരേന്ദ്രമോദി സർക്കാരിന് വലിയ ബലം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും യോഗിയെ അട്ടിമറിച്ച് മോദിയിലേക്ക് എത്തുക എന്നുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരുന്നു. അതിന് ഇവരുടെ സഖ്യമായ മുസ്ലിം ദളിത് സമവാക്യത്തിൻ്റെ ഭാഗമായി ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരിക. ദളിത് നേതാവാണ്. ദളിത് നേതാവായ അഭിജിത്ത് ദിപ്കെയെ പോലീസ് ആക്രമിക്കുകയോ ജയിലിലടയ്ക്കുകയോ ഒക്കെ ചെയ്താൽ വലിയ തോതിൽ ദളിത് പീഡനം, BJPയുടെ സവർണ ഫാസിസം എന്നൊക്കെയുള്ള ഒരു ആക്ഷേപവും പ്രചാരണവും അഴിച്ചുവിടാം എന്നൊക്കെ കണക്കാക്കിയിരുന്നു. പക്ഷേ അഭിജിത്ത് ദിപ്കെ തൊടുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇവരുടെ ഉദ്ദേശം നടക്കാതെ പോയത്. നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ നടന്നതുപോലെ ഒരു അട്ടിമറി എന്തുകൊണ്ട് നടന്നില്ല, ഇവർക്ക് സാധിച്ചില്ല എന്ന് ചോദ്യത്തിന് ഉത്തരം, കാരണം നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ പ്രക്ഷോഭകാരികളെ നേരിട്ടത് സൈന്യമാണ്. സൈന്യം അവരുടെ മുന്നിൽ നിസ്സഹായരായിപ്പോയി. സൈന്യം സർക്കാരിൻ്റെ ഉത്തരവുകൾ അനുസരിച്ചില്ല. ഇവിടെ സ്ഥിതി നേരെ വിരുദ്ധമാണ്. കാരണം ഇവിടെ പ്രക്ഷോഭകാരികളെ നേരിടുന്നത് കേന്ദ്രസേനയാണ്. കേന്ദ്രസേന കൃത്യമായും കേന്ദ്രത്തിൻ്റെ ഉത്തരവ് അനുസരിക്കും. സൈന്യത്തെ ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാരും ശ്രദ്ധിക്കും. കാരണം അതങ്ങനെയാണ്. കാരണം CRPF പോലെയുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു സേന പ്രക്ഷോഭകാരികൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നു എന്ന് വന്നാൽ അത് വല്ലാത്ത ഒരു നെഗറ്റീവ് മെസ്സേജ് ഉണ്ടാക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് നന്നായിട്ടറിയാം. ഏതായാലും വലിയ തോതിൽ നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ ഇറങ്ങിയ അഭിജിത്ത് ദിപ്കെയും സൗരവ് ദാസും വല്ലാത്ത പ്രതിസന്ധിയിൽപ്പെടുന്നു. ഇപ്പോൾ ഈ സൗരവ് ദാസിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഒരു ജോലിയുമില്ലാത്ത ഇയാൾ എങ്ങനെയാണ് 4 ലക്ഷം രൂപ വാടക കൊടുക്കുന്ന വീട്ടിൽ താമസിക്കുന്നത്? 9,000 ചതുരശ്ര അടിയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ദില്ലിയിലെ ഗ്രേറ്റർ കൈലാസിൽ സൗരവ് ദാസ് താമസിക്കുന്ന ഈ വീടിനെ കുറിച്ച് ആക്ഷേപം വന്നു കഴിഞ്ഞു. എങ്ങനെ ഇയാൾക്ക് ഇത്ര വരുമാനമുണ്ടാവുന്നു എന്നാണ് ചോദ്യം. ഇയാളുടെ മേൽവിലാസം പൊതു ഇടങ്ങളിൽ ലഭ്യമല്ല. ഇയാളുടെ മാതാപിതാക്കൾ ആരാണെന്നത് പൊതു ഇടങ്ങളിൽ ലഭ്യമല്ല. മാത്രമല്ല ഇയാളെക്കുറിച്ച് പറയുന്നത് 2018, 2019 NDTVയിൽ മാധ്യമപ്രവർത്തകൻ എന്നതിൽ ഇന്റേൺഷിപ്പിൽ തുടങ്ങിയതാണ്. 2018-19 വർഷം, അതായത് കേവലം ഒരു 7 വർഷം മുമ്പ്. അമിറ്റി സർവകലാശാലയിൽ നിന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ BA ബിരുദം നേടിയ ആളാണ് ഈ സൗരവ് ദാസ്. അതിനുശേഷം നേരെ വന്ന് NDTVയുടെ ട്രെയിനി ആയിട്ട് തുടർന്നു. അവിടെ നിന്ന് 2010 പുറത്തിറങ്ങിയിട്ട് ഇയാൾ പ്രവർത്തിച്ച മേഖല നോക്കണം. സ്വതന്ത്ര പത്രപ്രവർത്തകനായിട്ട് ഇയാൾ കാരവൻ ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധത, BJP വിരുദ്ധത, മോദി വിരുദ്ധത പ്രചരിപ്പിക്കുന്ന കാരവൻ, വയർ, ഹിന്ദു, പിന്നെ ലോകത്തെമ്പാടുമുള്ള തീവ്രവാദികളുടെ പ്രിയപ്പെട്ട ചാനലായ അൽ ജസീറ, ഇത്തരം മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൗരവ് ദാസ്
അഭിജിത്ത് ദീപ്കയുടെ മുഖ്യ വക്താവ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇയാൾക്ക് പണം എവിടെ നിന്ന് വരുന്നു എന്നത് വളരെ വ്യക്തമാണ്. അൽ ജസീറയ്ക്ക് വേണ്ടി വരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് സൗരവ് ദാസ് ഗുപ്ത എന്ന് പറയുമ്പോൾ ഈ സമരത്തിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. ഏതായാലും 200 FIRകളിൽ 200 പോലീസുകാർ നൽകിയിട്ടുള്ള വധശ്രമ കേസ് മാത്രമല്ല, ഗ്രീവിയസ് അറ്റൻറ്റ് കേസുകളുണ്ട്. അതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ലൈംഗികമായി അപമാനിച്ചു എന്നുള്ള കേസുണ്ട്. ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ, ആക്രമണത്തിനിരയായ മാധ്യമപ്രവർത്തകരും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഭിജിത്ത് ദീപ്കയുടെ ഭാവി ഒരുപക്ഷെ ഉമർ ഖാലിദിനെ പോലെ ആയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ ലൈവ് ഈ വാർത്തകളുടെ പുതിയ അപ്ഡേറ്റ്സുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നമ്മുടെ ചാനൽ ഉറപ്പായും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.